ആൻഡ് ടി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ TR&T കമ്പനിയിലേക്ക് വെൽഫെയർ പാർട്ടി ഒരു മാർച്ച് നടത്തിയിരുന്നു. ശക്തമായ കോരിച്ചെറിയുന്ന മഴയത്ത് മേഖലയില് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭൂരഹിതരായ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന വെൽഫെയർ പാർട്ടി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തീർത്തും വിമുഖത ഈ പ്രശ്നത്തിൽ വന്നപ്പോൾ വെൽഫെയർ പാർട്ടി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5 ലക്ഷത്തോളം ഭൂരഹിതരായ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ടി കുത്തകകൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഉജ്ജ്വല പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇതിന്റെ ഒന്നാം ഘട്ടം TR&T കമ്പനി ഒരു കൈവശ രേഖയും ഇല്ലാതെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന 10,000 ഏക്കർ ഭൂമി ഇപ്പോൾ തുണ്ടുതുണ്ടായി വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യ ഘട്ടമെന്ന നിലയിൽ 35-ാം മൈലില് കഴിഞ്ഞ ഫെബ്രുവരിയില് ഭൂരഹിതരായ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടന്ന ഉജ്ജ്വലമായ TR&T എസ്റ്റേറ്റ് മാർച്ച്, അവിടെ കൊടികുത്തി ഞങ്ങൾ ഈ ഭൂമി ഭൂരഹിതരായ ആൾക്കാർക്ക് വിതരണം ചെയ്യുവാൻ വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. പല വാതിലുകളും ഞങ്ങൾ മുട്ടി. ഗവൺമെന്റിലെ, കളക്ടറേറ്റിലെ തഹസീൽദാർ ആ പെറ്റീഷനുകൾ ഈ സർക്കാർ ഓഫീസുകളിൽ അന്തിയുറങ്ങിയാണ്. ആ റിപ്പോർട്ടിൻ പ്രകാരം എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ഇപ്പോൾ അനധികൃതമായി ഈ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന 1947 മുമ്പ് ബ്രിട്ടീഷ് കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്ന ഈ TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭൂമികൾ ഇപ്പോൾ അനധികൃതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് പിടിച്ചെടുത്ത് കേരളത്തിലെ 5 ലക്ഷത്തിലധികം വരുന്ന ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവോരത്ത് ഇന്നിവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ 13 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെൽഫെയർ പാർട്ടി കേരളത്തിലെ ഇതുപോലുള്ള വൻകിട ഭൂമാഫികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 13 വർഷമായി കേരളത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിനെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് ഊർജം പകരുന്നത് കേരളത്തിന്റെ നവോത്ഥാന നായകർ കേരളത്തിന് പരിചയപ്പെടുത്തിയ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളെയാണ് ഞങ്ങൾ കൂട്ടുപിടിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മണ്ണ് കേരളത്തിലെ നൂറുകണക്കിന് ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ സമരനായകൻ കല്ലറ സുകുമാരന്റെ സമര ചരിത്രമുള്ള ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഈ രാജ്യത്തെ 5 ലക്ഷത്തിലധികം വരുന്ന ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. മഹാത്മാ അയ്യങ്കാളി നയിച്ച ഉജ്ജ്വലമായ ഭൂസമരങ്ങൾ ഞങ്ങളുടെ മുന്നോട്ട് പോകുന്ന പാതയിൽ ഞങ്ങൾക്ക് കരുത്തായുണ്ട്. ആ കരുത്തുപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും കേരളത്തിന്റെ റവന്യൂ മന്ത്രി രാജനോടും വെൽഫെയർ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. TR&T എസ്റ്റേറ്റിന്റെ ഉടമകളിൽ നിന്ന് ഇപ്പോൾ വ്യാജമായി പട്ടയം സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ ഉടമകളായിരിക്കുന്ന വ്യാജ ഉടമകളുടെ കയ്യിൽ നിന്ന് അഴിമതിപ്പണം നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെൽഫെയർ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഭൂമി കേരളത്തിലെ 5 ലക്ഷത്തിലധികം വരുന്ന ഭൂരഹിതർക്ക് വേണ്ടി വെൽഫെയർ പാർട്ടി
പാർട്ടി പിടിച്ചെടുത്തിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്ന ഒരു ചരിത്രമുണ്ട്. 1987 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? അവർ കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ മുമ്പിൽ മനോഹരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. ആ മുദ്രാവാക്യം എന്തായിരുന്നു? ഇവിടുത്തെ പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ആദിവാസിയും അടക്കമുള്ള പട്ടിണി പാവങ്ങളുടെ മുമ്പിൽ മനോഹരമായ ഒരു മുദ്രാവാക്യം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർത്തി. എന്താണ്? നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന്, അല്ലേ? നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് പാടിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1987 കാർഷിക ഭൂപരിഷ്കരണം നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ഭൂപരിഷ്കരണ നിയമം തുടങ്ങുന്ന അവസരത്തിൽ ഏതാണ്ട് 60 ലക്ഷത്തിലധികം ഏക്കർ മിച്ച ഭൂമി കേരളത്തിലുണ്ടായിരുന്നു. ആ 60 ലക്ഷം ഏക്കർ മിച്ച ഭൂമി അത് വിതരണം ചെയ്യാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ നാടാണ്. ഞങ്ങളാണ് ഇവിടുത്തെ പാവപ്പെട്ടവന് 5 സെന്റും 10 സെന്റും കൊടുത്തതെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രം കൂടിയാണ് ഞങ്ങൾ ഈ തെരുവിൽ വിളിച്ചു പറയുന്നത്. 60 ലക്ഷം ഏക്കർ മിച്ച ഭൂമി ഉണ്ടായിരുന്ന 60,000 ഏക്കർ ഭൂമി മാത്രം കൊടുത്ത കേരളത്തിലെ ഭൂരഹിതരെ വഞ്ചിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് ഇവിടുത്തെ പൈങ്കിളികൾക്ക് കൊടുത്തത്? 28,000-ത്തിലധികം കോളനികൾ, അല്ലെ? 3 സെന്റിലും 5 സെന്റിലും ഒക്കെയായി അഴുക്കിൽ പുഴുക്കളെ പോലെ ശ്വാസം മുട്ടിക്കഴിയുന്ന ഒരു തലമുറയുണ്ട് കേരളത്തിൽ. 28,000-ത്തിലധികം കോളനികൾ പട്ടികജാതിക്കാരുടെ, 7,000-ത്തിലധികം കോളനികളുണ്ട് ഇവിടുത്തെ ആദിവാസികളുടെ. തീർന്നില്ല. കേരളത്തിലെ 100 കണക്കിന് പട്ടണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ, ജാതിയില്ല മതമില്ലാത്ത ഒരുപാട് 100 കണക്കിന് മനുഷ്യർ ഇവിടുത്തെ ചേരികളിൽ അന്തിയുറങ്ങുന്നു. ആ മനുഷ്യരുടെ പോരാട്ടമാണ് വെൽഫെയർ പാർട്ടി 2012 ഒക്ടോബർ മാസം 10-ാം തീയതി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് കേരളത്തിൽ സമഗ്രമായ ഭൂനയം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഭൂമിയില്ലാത്ത പട്ടികജാതിക്കാരനും ആദിവാസിക്കും കൃഷി ചെയ്യാനും വികസിക്കാനും ആവശ്യമായ ഭൂമി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2012 ഒക്ടോബർ മാസം 10-ാം തീയതി ഞങ്ങൾ തുടങ്ങിയ ഒരു ഐതിഹാസികമായ സമരത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ സമരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചില്ലേ, സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചില്ലേ, TR&T എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഒരു കൊള്ളയെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ തിരിച്ചറിയണം. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാലോ, TR&T എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1947 മുമ്പ് ബ്രിട്ടീഷ് സർക്കാരിലെ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് TR&T എസ്റ്റേറ്റ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സ്വാഭാവികമായി വിദേശ കമ്പനികളുടെ കൈവശമുള്ള ഭൂമി നമ്മുടെ രാജ്യത്തെ അതാത് സർക്കാരിന്റെ കൈവശം വന്ന് ചേരേണ്ടതായിരുന്നു. പക്ഷേ കൃത്രിമമായ പട്ടയങ്ങൾ ഉണ്ടാക്കി. ആ പട്ടയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ TR&T എസ്റ്റേറ്റ് ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് ഇപ്പോൾ ഇവിടത്തെ ചില ശർമ്മമാരുടെ കയ്യിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി സർക്കാർ നിയോഗിച്ച രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തിരുവിതാംകൂർ രാജാവിന്റെ തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഈ മണ്ണ് ഒരിക്കലും തിരുവിതാംകൂറിലെ ലാൻഡ് നിയമം അനുസരിച്ച് ഒരു വിദേശ കമ്പനിക്ക് കൈവശം വെക്കാൻ കഴിയില്ല.
പക്ഷേ ആ വിദേശ കമ്പനി അത് മറ്റൊരു ഭൂമാഫിയക്ക് കൊടുത്തതായി വ്യാജപ്പട്ടയമാണ് സൃഷ്ടിച്ചത് എന്ന് വളരെ കൃത്യമായി രാജമാണിക്യം കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയും വിശ്വസനീയമായ തെളിവുകൾ കേരളത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള IAS ഓഫീസർ രാജമാണിക്യവും അതുപോലെ തന്നെ IG ശ്രീജിത്തും വളരെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ TR&T എസ്റ്റേറ്റ് മാനേജർമാരും അവരുടെ കമ്പനി ഓണർമാരും സമർപ്പിച്ച രേഖകളെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ റവന്യൂ മന്ത്രി, അഴിമതിക്കാരനായിട്ടുള്ള റവന്യൂ മന്ത്രി രാജൻ തയ്യാറായിട്ടില്ല എന്ന് വളരെ വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മാറിയിരിക്കുന്ന കോർപ്പറേറ്റ് പരിപ്പുവടയും കട്ടൻ ചായയും തൊഴിലാളികളും ദിനേശ് പീഡിയും ഒക്കെയായി കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിക്കൊണ്ട് സുഖലോലുപരായി ജീവിക്കുന്ന ഒരു പാർട്ടിയുടെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളുകളായി അവർ മാറിയിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അവരെ ഇനിയും തിരിച്ചറിയണം. ഇടുക്കിയിലെ ജനതയുടെ അടുത്തേക്ക് ഇനി വരും. ഇനി ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വരും. കാരണം എന്താ, മൂന്നാം പിണറായി സർക്കാരിന്റെ അധികാര സോപാന കേന്ദ്രങ്ങളിലേക്ക് കയറുന്നതിന് എന്താണ് മാർഗം എന്ന് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ ശ്രീ കെ രാധാകൃഷ്ണൻ അവർക്ക് കോളനി എന്ന് പറയുന്നത് എന്തോ സാംസ്കാരികമായി അത്ര ഉയർന്ന പദമല്ല എന്ന് ഇപ്പോൾ തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് കോളനി എന്ന് പറയുന്ന പദത്തെ നമ്മുടെ ഖണ്ഡവിൽ നിന്ന് മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിലും ആ കോളനി എന്ന് പറയുന്ന പദത്തെയല്ല മാറ്റേണ്ടത്, അവരുടെ ജീവിതത്തോട് നമ്മൾ കാണിക്കുന്ന മനോഭാവത്തെയാണ് മാറ്റിക്കൊടുക്കേണ്ടത് എന്നാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത്. അതിനാൽ കവികളൊക്കെ തന്നെ ഒരു കാലത്ത് സാംസ്കാരിക നായകന്മാരൊക്കെ വലിയ വിപ്ലവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചുവന്ന മണ്ണിന്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, അല്ലേ, നമ്മളൊക്കെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കുമോ? പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. അപ്പൊ ഈ പിന്മുറക്കാർ ഇല്ലാതെയാകാനുള്ള വഴിയാണ് രേഖകൾ ഇല്ലാതെയാവുക, ഭൂമിക്ക് പട്ടയമില്ലാതെയാവുക, അവകാശികളില്ലാതെയാവുക, ചരിത്ര രേഖകളെയും നിയമരേഖകളെയും മാറ്റി തിരുത്തുക, പുതിയ പുതിയ ബിനാമി വ്യവസ്ഥകൾ തുടങ്ങുക, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. വെൽഫെയർ പാർട്ടി ഏറ്റവും മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്ന സമരങ്ങളിൽ ഒന്നായിരുന്നു ഭൂസമരം. അതുകൊണ്ടാണ് ശ്രീ രാജമാണിക്യം IAS അവരുടെ നേതൃത്വത്തില് ഇവിടെ അടച്ചുപൂട്ടിയ ഫയലുകൾ മാറ്റിവെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഭൂരഹിതരുണ്ട് എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ കൊണ്ട് പറയിപ്പിച്ച കാര്യമാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ആണ് 450 സ്ക്വയർ ഫീറ്റിലേക്ക് ലൈഫ് മിഷൻ പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഭവനരഹിതരായവർക്കും ഭൂരഹിതർക്കും ഒക്കെ ഒരു താൽക്കാലിക മാർഗം ഉപയോഗപ്പെടുത്തി കൊടുത്തു. എങ്കിൽ നിങ്ങൾ വരൂ, ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ ആലുവയിലെ ചൂർണിക്കര പഞ്ചായത്തില് 7 വർഷമായിട്ട് ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് വീട് കിട്ടാതെ മരിച്ചുപോയ ആളുകളെ പോലും അറിയാം. നമ്മളിങ്ങനെ വാട്സപ്പിലൊക്കെ കാണും മണ്ണ് സംസാരിക്കുന്നതായിട്ട്. മണ്ണിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മനുഷ്യൻ അവന്റെ അഹങ്കാരങ്ങൾ കാണിക്കുമ്പോൾ മണ്ണ് പറയുകയാണ്, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരെ, റവന്യൂ മന്ത്രി, നീ എന്റെ മീതെ, നിന്റെ മീതയ്ക്ക് ഞാൻ വീഴുന്നതായ ഒരു ദിവസം വരും. ഇന്ന് നമ്മൾ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് അധികാരത്തിന്റെ അഹങ്കാരം കാണിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മീതയ്ക്ക് വാൻ വീഴുന്നതായ ഒരു സമയം വരും എന്ന് പറയുന്നിടത്താണ് ഈ കമ്പനിയുടെയൊക്കെ ഉടമസ്ഥരായിരിക്കുന്നവർ. അവർ നേരായ വഴിയിൽ അത് സമ്പാദിച്ചതല്ല, അവർ അധ്വാനിച്ചത് ഏറ്റെടുത്തതല്ല. അത്തരം കൈവശാവകാശങ്ങൾ വെച്ചുകൊണ്ട് ഈ പാവങ്ങളായിരിക്കുന്ന ജനതയെ അവരുടെ ജീവിതത്തിന് വിലയിട്ടുകൊണ്ട് നിങ്ങളിങ്ങനെ എല്ലാ കാലത്തും അധികാരത്തിന്റെ സോപാനങ്ങളിൽ സുഖിച്ചു വാഴാം. ശീതളിമയിൽ മാസപ്പടി കൈപ്പറ്റിക്കൊണ്ട് മറ്റുള്ള രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടുമൊക്കെ കേസുകൾ മാറ്റിവെച്ചുകൊണ്ടും BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കോർപ്പറേറ്റിന്റെ പ്രസിഡന്റിനെ കൊണ്ടുവരികയും ഒരു സമരം പോലും ചെയ്തിട്ടില്ല.
അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ രാഷ്ട്രീയമല്ല പറയുന്നത്, ചില ചിന്തകളാണ് പറയുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ തെരുവോരങ്ങളില് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ചാനലിന്റെ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർ അധികാരം കൈപിടിക്കാൻ വേണ്ടി എത്തിച്ചേരുമ്പോൾ ഇവർ ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് കഴിയണം. അതിനാകെ അവകാശം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ്. അപ്പോൾ ഈ പാവങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത് പോലെ ചെന്ന് ഞങ്ങൾക്കൊരു വട്ടം കൂടി അധികാരം തരൂ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരാം എന്ന് വലിയ മോഹന വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങളിൽ ബാറുണ്ടാവും, ആ വാഗ്ദാനങ്ങളിൽ കുപ്പികളുണ്ടാകും, അതിൽ ബിരിയാണികൾ ഉണ്ടാകും, അതിൽ പണവും ഉണ്ടാകും. പാവങ്ങൾ അതെങ്കിലും കിട്ടിയല്ലോ എന്ന വിചാരത്തിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കോളനി സംസ്കാരത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് അവകാശങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വികാരവും വിക്ഷോഭവും വിചക്ഷണതയും ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പോരാടൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുന്ന ഉത്തരവാദിത്തം കൂടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതൊരു സൂചനയാണ്. താലൂക്ക് ഓഫീസിലുള്ള മാർച്ച് എന്നാൽ ആശാവർക്കർ സമരം പോലെ അവർക്ക് പൈസ കൊടുക്കാനില്ലാത്തവർ ഗവൺമെന്റിന്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു, PSCക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നു, ജഡ്ജിമാർക്ക് വർദ്ധിപ്പിച്ചൊക്കെ കൊടുക്കുമ്പോൾ കരുണ കാണിക്കാത്ത ഒരു ജനതയോട് ഒപ്പം നിൽക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ നാളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തലുകളോടെ ഇതൊരു സൂചനയാണ് എങ്കിൽ കളക്ടറേറ്റിന്റെ മുമ്പിലേക്കും നിയമസഭയുടെ മുമ്പിലേക്കും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്കും ഈ ഭൂരഹിതർ വരണം. അവിടെ ആളുകൾ മുടിമുറിച്ച് സമരം ചെയ്യുന്നു, ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിന്ന് സമരം ചെയ്യുന്നു, ശയന പ്രദക്ഷിണം ചെയ്യുന്നു എങ്കിൽ സമര വഴികളിലൂടെ അധികാരം പിടിച്ചവർ ഇതൊന്നും കാണാതെ പോയാൽ എല്ലാ കാലത്തും അവിടെ തുടരാൻ കഴിയില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സത്യം എന്ന് പറയുന്നത് ചാക്രിക ചക്രത്തിന് ഉത്തരവാദിത്തമുള്ളതാണ്. കാലം തിരിഞ്ഞു വരിക തന്നെ ചെയ്യും. അപ്പോഴാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യുന്ന ഒരു ജനതയിൽ നവോത്ഥാന നായകന്മാർ ഉൾപ്പെടെ വഴികാട്ടിയതിന്റെ പിന്തുടർച്ചയ്ക്ക് വെൽഫെയർ പാർട്ടിയുടെ കൊടിയും വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരും ഭൂരഹിതരും ആവേശോജ്വലമായി മുദ്രാവാക്യം വിളിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടുക്കിയിലെയും വയനാട്ടിലെയും ജനത നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളെ എല്ലാ കാലത്തും നീക്കി നിർത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാര അവബോധമാണ് ഭരണകൂടങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. വിവേകാനന്ദ സ്വാമികൾ പറയുമല്ലോ, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത. നിങ്ങൾ ജാഗരൂകരാകൂ. എന്തിനോടാണ് ജാഗരൂകരാകുന്നത്? ഭരണകൂടങ്ങൾ ചെയ്യുന്ന അഴിമതിയെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരാകൂ. നിങ്ങൾ നിവർന്നു നിൽക്കൂ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മണ്ണിൽ കുനിഞ്ഞു നിന്ന് പണിയെടുക്കുന്ന നിങ്ങൾ നട്ടല് നിവർന്നു നിന്ന് വിളിക്കൂ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ജയ് വെൽഫെയർ പാർട്ടി, ജയ് ഭൂരഹിത സമിതി. ഭൂമിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി അതിന്റെ പിറവി മുതൽ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ വളരെ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന വിധത്തില് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളോടും ഭൂരഹിതരോടുമൊക്കെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേവലം 14 വർഷത്തെ ചരിത്രവും പാരമ്പര്യവും മാത്രമാണ് നമ്മൾക്ക് അവകാശപ്പെടാനുള്ളത് എങ്കിൽ ഈ രാജ്യത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒന്നടങ്കം കവച്ചു വയ്ക്കുന്ന തരത്തിൽ വളരെ ശക്തമായ പോരാട്ടങ്ങളിലൂടെയാണ് ഈ പാർട്ടി അതിന്റെ പിറവി മുതൽ ഇങ്ങോട്ട് മുഴുവൻ കാലയളവിലും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഏറ്റവും ന്യായമായ അവകാശം എന്നുള്ള നിലയ്ക്ക് അവർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്നത് ഓരോ മനുഷ്യന്റെയും ഏറ്റവും മൗലികമായ അവകാശമാണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ കേരളത്തില്, ഈ പുരോഗമന കേരളത്തില് ഇനിയും ലക്ഷക്കണക്കിന് ആളുകള് ഭവനരഹിതരായും ഭൂരഹിതരായും ഇവിടെ ഉണ്ട് എന്ന വസ്തുത ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലയളവില് അത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി മുന്നോട്ട് വന്നിരുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, രാജ്യത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം കൃത്യമായി സമൂഹത്തിന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കാനാണ് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നത്. We are
പറയുന്നറിയാമോ ഒറ്റയ്ക്കെതിരെ സമരം ചെയ്തോ ഒറ്റയ്ക്കെതിരെ സമരം ചെയ്തോ സമരം ചെയ്തോ വെൽഫെയർ പാർട്ടി പറയുന്നു വെൽഫെയർ പാർട്ടി പറയുന്നു കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിച്ച് കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിച്ച് ഭൂരഹിതർക്ക് നൽകും തീർക്കാം സർക്കാർ തന്നെ നിയമിച്ച കമ്മീഷനുകൾ പറയുന്നു TRND കൈവശം വച്ച ഭൂമിയെല്ലാം കയ്യേറ്റമെന്ന് കമ്പനി കാട്ടും തോന്യാസങ്ങൾ കയ്യും നക്കി നോക്കിയിരുന്നാൽ ഭൂമി ഞങ്ങൾ പിടിച്ചെടുക്കും ആരെന്ന് പറയുന്നറിയാമോ തത്തക്കെതിരെ സമരം ചെയ്ത ഫായിസിനെതിരെ സമരം ചെയ്ത വെൽഫെയർ പാർട്ടി പറയുന്നു കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിച്ച് ഭൂരഹിതർക്ക് നൽകും തീർച്ച ഭൂമി കൊടുക്കൂ സർക്കാരെ മരം മുറിച്ച് വിറ്റിട്ടും ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ഗണ്യമായ ഭൂമി, സർക്കാരിന്റെ തന്നെ കണ്ണായ ഭൂമികൾ ഇവിടത്തെ വൻകിട ഭൂമാഫികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പീരുമേട് താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത്. വളരെ വിദൂരമായ ഒരു പാവപ്പെട്ടവന് ഒരു അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കാൻ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വന്നാലാണ് ഒരു അപേക്ഷ കൊടുക്കാൻ കഴിയുന്നത്. ഇതുപോലെ നമ്മുടെ തൊട്ടടുത്ത് പീരുമേട് ടൗൺ പോലെ ഏറ്റവും കണ്ണായ സ്ഥലങ്ങളിലുള്ള ഭൂമികളൊക്കെ ഇവിടത്തെ വൻകിട ഭൂമാഫികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓണങ്കേറ മൂലയിൽ കൊണ്ടുപോയി താലൂക്ക് ഓഫീസ് പണിതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടത്തെ സർക്കാരിന്റെ നയങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി പറയുന്നില്ല. നമ്മൾ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 13-14 വർഷമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ നിരവധിയായ ഭൂസമരങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ചെങ്ങറയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമര പോരാളികൾക്ക് ആവശ്യമായ പിന്തുണ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അരിപ്പയിലെ ഭൂസമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കല്ലടത്തണ്ടി എന്ന് പറയുന്ന വലിയൊരു ഭൂസമരത്തിന് സ്വന്തമായി നേതൃത്വം കൊടുത്തുകൊണ്ട് നൂറുകണക്കിന് ഭൂരഹിതർക്ക് ഭൂമി മേടിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനമാണെന്ന് നമ്മൾ. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ നമ്മൾ ഏറ്റെടുത്ത ഒരു ജനകീയ സമരമായിരുന്നു മുറികല്ലുംപുരം സമരം. ആ മുറികല്ലും സമരത്തെ നയിച്ച രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെയുണ്ട്. സന്ധ്യ കാഞ്ഞൂരും ബൈജു സ്റ്റീഫൻ അടക്കമുള്ള നേതൃത്വങ്ങൾ ഇവിടെയുണ്ട്. അവിടെ സമരം ചെയ്ത് ആ സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, കഴിഞ്ഞ 13 വർഷമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ 10,000-കണക്കിന് ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ
ഉറക്കെ പറയുന്നു, TR&T എസ്റ്റേറ്റ് കമ്പനി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും തിരിച്ചുപിടിച്ച് കേരളത്തിലെ ഭൂരഹിതർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ഈ സമരം അവസാനിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐതിഹാസികമായ ഈ പോരാട്ടം നയിച്ച ഇടുക്കിയിലെയും കോട്ടയത്തെയും ഭൂസമര പോരാളികൾക്ക് വെൽഫെയർ പാർട്ടി സംസ്ഥാന ഭൂസമര സമിതിയുടെ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. തൊഴിലാളികൾക്കും നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഇവിടെ ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ കാട്ടാനയുടെ ശല്യം കൊണ്ടും വന്യജീവികളുടെ ശല്യം കൊണ്ടും കഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇതെല്ലാം ഈ പീരുമേട് താലൂക്കിന്റെ പരിധിയിൽ തന്നെയാണ്. ഇപ്പോ ഇത് കൂടാതെ പുതിയ കയ്യേറ്റം, അതായത് പരുന്തംപാറയിൽ പുതിയ കയ്യേറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ താലൂക്ക് ഓഫീസിൽ നിന്ന് ഇതിനൊന്നും കൃത്യമായ നടപടിയെടുത്ത് അതിനെതിരെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെ ചലിപ്പിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ഈ അടുത്ത് 2 മാസങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം TR&T കമ്പനിയിൽ ആന ഒരു സ്ത്രീയെ ചവിട്ടിക്കൊല്ലുകയുണ്ടായി. ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ TR&T ഭൂമിക്ക് പരിധി കഴിഞ്ഞിട്ട് അപ്പുറത്ത്, അതായത് TR&T കമ്പനിയിലൂടെ മാത്രമേ അവർക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ വഴിയുള്ളൂ. ആ വഴിയിൽ കടന്നു പോകുന്ന വഴിയിൽ ഉള്ള അടിക്കാടുകൾ, അതായത് റബ്ബറും തേയിലയും ഒക്കെ നട്ടേക്കുന്ന അടിയിൽ വന്നിരിക്കുന്ന അടിക്കാടുകൾ ഇവർ 4 വർഷമായി നീക്കിയിട്ടേയില്ല. ആ നീക്കാത്തതിന്റെ ഫലമാണ് കാട്ടാനകൾ അവിടേക്ക് കയറി വരുന്നതും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നതും. TR&T ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കുന്ന കമ്പനി അടിക്കാടുകൾ വെട്ടി അവിടെ ജീവിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും ജീവിക്കുന്ന നാട്ടുകാരുടെ സ്വൈര ജീവിതത്തിന് വഴി ഒരുക്കേണ്ട TR&T അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ അതിനെതിരെ നടപടി എടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങളും നോക്കുകുത്തികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മഠം ആയിരുന്നു അതിന്റെ അവകാശികൾ. അവരുടെ കയ്യിൽ നിന്ന് 1955 4981/1985 നമ്പർ തീരാധാര പ്രകാരം നമ്മുടെ കാഞ്ഞിരപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം ചെയ്ത് പൊന്നിമ്പലേക്ക് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണിത്. ഈ പറയുന്ന 10,000 ഏക്കറോളം വരുന്ന ഈ സ്ഥലം TR&Tയുടെ കൈവശം ഇരിക്കുന്ന ഭൂമി. ഈ ഭൂമി എങ്ങനെ TR&Tയുടെ കൈവശം വന്നു എന്നതിനെ കുറിച്ച് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സമർപ്പിച്ച രാജമാണിക്യം റിപ്പോർട്ടിലോ അത്തരം രേഖകളൊന്നും ഇല്ല എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. രാജമാണിക്യം IAS സ്പെഷ്യൽ ഓഫീസറായിരുന്നു കയ്യേറ്റ ഭൂമിയിൽ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി. അദ്ദേഹം ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ടതാണ്. അപ്പോൾ കമ്പനി ആധികാരികമായി കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി പറയുകയുണ്ടായി, ഈ രാജമാണിക്യം IASന് ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഈ ഭൂമി പിടിച്ചെടുക്കാൻ അധികാരമില്ലാത്തതുകൊണ്ട് സിവിൽ കോടതികളിൽ കേസ് ഫയൽ ചെയ്ത് ഈ ഭൂമി തിരിച്ചെടുക്കണം ന്ന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ഇടുക്കി ജില്ലാ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ OS 56/2020 നമ്പറായിട്ട് കേസ് ഫയൽ ചെയ്തു. എങ്കിൽ പോലും ആ കേസ് നൈസായിട്ട് തോറ്റുകൊടുക്കുകയാണ് ചെയ്തത് സർക്കാർ. ശ്രീ വാഴൂർ സോമനാണ്. അദ്ദേഹം നിയമസഭയിൽ വളരെ വികാരഭരിതനായി പറയുകയാണ്, എൻ്റെ നിയോജക മണ്ഡലമായ പരുന്തുംപാറയിൽ നടക്കുന്ന കയ്യേറ്റം അറിയില്ല. സഖാവ് വാഴൂർ സോമൻ 4.5 പതിറ്റാണ്ട് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയ TR&T എസ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തന മേഖലയായിരുന്നു TR&T. ആ TR&Tയിൽ അദ്ദേഹത്തെ അറിയിക്കുവാൻ വേണ്ടി ഈ നിയോജക മണ്ഡലത്തിലെ 100 കണക്കിന് കയ്യേറ്റങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ? ഇടുക്കി ജില്ലയിൽ നടക്കുന്ന ഈ ഭൂമാഫിയ റിസോർട്ട് മാഫിയക്കെതിരെ ആകപ്പാടെ ഒരു ശബ്ദമുയർത്തുന്നത് CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശിവരാമനാണ്. റവന്യൂ വകുപ്പിനും വാഴൂർ സോമനും മുകളിൽ ആരൊക്കെയോ ഈ പീരുമേട് താലൂക്കിലെ ഭൂമി കൈയേറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഉരുകല്ലുംപുറം എന്ന സ്ഥലത്ത് കുടിയൊഴിപ്പിക്കൽ സർക്കാരും ഭൂമാഫിയയും പോലീസും രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്നപ്പോൾ അതിനെതിരെ പൊരുതി അവിടെ കുടിലുകെട്ടിയ ഒരു പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി TR&T ഭൂമിയിൽ കയ്യേറി കുടിലുകെട്ടും എന്നൊരു കാര്യം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ കയറ്റം കയറി വന്നത്. ഞാനത് കണ്ടിരുന്നു. അത്
അവരോട് പറയാനുള്ളത് അവര് അതിൽ ബൈപ്പാസ് കഴിഞ്ഞ ആള് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരോടൊക്കെ അവരുടെ ദയനീയത നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഈ വെയിൽ കൊള്ളുന്നത്, ഈ വിയർപ്പൊഴുക്കുന്നത്, ചോര നീരാക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യം മാറ്റിവെച്ച് നിങ്ങളിവിടെ എത്തിച്ചേർന്നതൊക്കെ പാർട്ടി തീർച്ചയായിട്ടും ഇവിടെ നേതാക്കൾ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെ നമ്മൾ ഉണ്ടാവണമെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ അധ്വാനം, നമ്മളെ ഒഴുക്കിയിട്ടുള്ള ഈ അധ്വാനം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അത് വിജയത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ്. വലിയ പോരാട്ടങ്ങൾക്ക് ഇതുപോലെയുള്ള അധ്വാനങ്ങൾ ആവശ്യമാണ്. ശീതീകരിച്ച റൂമിൽ ഇരുന്ന് ഇതുപോലെ സമരം നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം കഴിച്ച് വീർത്ത വലിയ വലിയ ആളുകൾ, കുംഭ വീർത്ത് നടക്കുന്ന ഭരണസുഖിയന്മാരായ ആളുകളുണ്ട്. അവർക്ക് ഈ സമരം നയിക്കാൻ കഴിയില്ല. 2 അടി നടക്കുമ്പോഴേക്കും അവർ കുഴഞ്ഞു വീഴും. അതുകൊണ്ട് അവർ ഭരണത്തിന്റെ 3, 4 ഘട്ടം ഭരണം കിട്ടിയതിന്റെ ആ സുഖം ഉണ്ടല്ലോ, അവരിനി പോരാട്ടം. നമ്മളിനി ഇതുപോലെ സ്ട്രീറ്റിൽ വെയിലുള്ളാണ്ടാവുള്ളൂ. അവരൊക്കെ വലിയ വലിയ ചായയിലേക്ക് മാറിക്കഴിഞ്ഞു, കൊട്ടാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അവരുടെ ഓഫീസുകളൊക്കെ ഇപ്പൊ ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? വമ്പൻ കൊട്ടാരങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. അവർക്ക് ഇനി സ്ട്രീറ്റുകൾ ആവശ്യമില്ല. അവർക്ക് സ്ട്രീറ്റുകൾ പുച്ഛാണ്. ആ സ്ട്രീറ്റിൽ നിന്ന് വളർന്നതാണ് അവര്. പക്ഷെ അവരിനി ഇവിടേക്ക് വരില്ല എന്നുള്ളതാണ്. ആ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അവർ പോയി വലിയ വലിയ സുഖ ശീതള ഛായയിലായി എന്ന സ്ഥലത്തു നിന്നാണ് നമ്മളിവിടെ പോകുന്നത്. അതുകൊണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത്, അവർക്ക് ഈ വിഷയം അറിയാത്തതല്ല. TRNT 10,000-ലധികം ഏക്കർ ഭൂമി കൈവശം വെച്ചിട്ട് നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളിവിടെ തടഞ്ഞല്ലോ. എന്ത് നിയമലംഘനം നടത്തിയിട്ടാണ് നമ്മളിവിടെ തടഞ്ഞത്? നമ്മൾ ആരെങ്കിലും ഭൂമി കൈയേറിയോ? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയണം, ആരെങ്കിലും ഭൂമി കൈയേറിയോ? നമ്മളിവിടെ എന്തെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് നമ്മളിവിടെ തടഞ്ഞില്ലേ? എന്തുകൊണ്ട് ഇവർക്ക് TRNT തടയാൻ പറ്റുന്നില്ല? നമ്മളെ തടയാം അല്ലെ? ജനങ്ങളെ തടയാം, കയ്യേറ്റക്കാരെ തടയാൻ പറ്റില്ല അല്ലെ? അതെന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ഈ 10,000 ഏക്കർ അത് ഞങ്ങൾ പറയുന്നതാണോ? ഈ 10,000 ഏക്കർ കൈവശം വെച്ച് എന്ന് ഞങ്ങൾ പറയുന്നതാണോ? നിങ്ങൾ ഈ സർക്കാർ തന്നെ നിയോഗിച്ച, നേരത്തെ പറഞ്ഞില്ലേ, രാജമാണിക്യം, ശ്രീജിത്ത് കമ്മീഷൻ, സുശീല ഭട്ട്, ഇവരൊക്കെ പറഞ്ഞതാ. അവർ പറഞ്ഞ ഒരു വാക്കും കൂടി ഞാൻ ചേർത്തി പറയാ. എന്താ പറഞ്ഞതെന്നറിയോ? അതുകൂടി നമ്മൾ പറയണം, ഓർക്കണം. അതായത് ഇവരുടെ ഭൂമിയൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാതെ ഏറ്റെടുക്കണം എന്നാ പറഞ്ഞത്. നഷ്ടപരിഹാരം കൊടുക്കാതെ ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നാണ് ഈ ശ്രീജിത്ത് കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. നഷ്ടപരിഹാരം കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമിയല്ല. അവരുടെ ഭൂമിയാണെങ്കിലേ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുള്ളൂ. ഇത് സർക്കാരിന്റെ ഭൂമിയാണ്. അത് ഏറ്റെടുക്കാൻ ചങ്കുറപ്പില്ലെങ്കിൽ എന്തിനീ അധികാര കോട്ടകളിൽ ഇരിക്കുന്നു? തഹസിൽ സാറേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സാറന്മാരെ, നിങ്ങൾക്ക് ഈ അധികാരവും ശമ്പളവും നിങ്ങൾ ആനുകൂല്യമൊക്കെ തരുന്നത് ആരാ? എന്താ? ജനങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന TRN പൈനാപ്പിൾ കമ്പനി എന്നാ പറയേണ്ടത്. അവിടെ പൈനാപ്പിളാ കൃഷി ചെയ്യുന്നത്. അത് ആരാണ് TRN എന്ന് പറയുന്നത്? TRN പൈനാപ്പിൾ കമ്പനി എന്നാണ് ഇനി നമ്മൾ വിളിക്കേണ്ടത്. ആ പൈനാപ്പിൾ കമ്പനി ഈ രീതി, അതിന്റെ നിയമം അറിയോ നിങ്ങൾക്ക്? അതായത് തോട്ട നിയമപ്രകാരം അവിടെ റബ്ബർ അല്ലാതെ മറ്റൊന്നും വെക്കാൻ പാടില്ല. റബ്ബർ അല്ലാതെ മറ്റൊന്നും വെക്കാൻ പാടില്ലാത്തടുത്ത് നോക്കത്താ ദൂരത്ത് പൈനാപ്പിൾ വെച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് ഇതൊക്കെ നടക്കും. അതിന്റെ പേരാണ് 1-ാം നമ്പർ കേരളം. 1-ാം നമ്പർ ആയാൽ ആരാണ് 1-ാം നമ്പർ എന്ന് പറഞ്ഞ ഈ കയ്യേറ്റക്കാരാണ് 1-ാം നമ്പർ. അവരുടെ കാര്യങ്ങൾക്കാണ് മുൻഗണന. അവർക്ക് പൈനാപ്പിൾ വെക്കാം, അതിൽ പ്രശ്നമില്ല. അവർക്ക് കയ്യേറാം, അതിൽ പ്രശ്നമില്ല. അവർക്ക് നിയമലംഘനം നടത്താം, അതിൽ പ്രശ്നമില്ല. പാവപ്പെട്ട നമ്മൾ ആ പ്രശ്നം പറഞ്ഞ് തഹസിൽദാരുടെ ഓഫീസിലേക്ക് വന്നാൽ നമ്മളെ തടയും. ഇതാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ കയ്യേറ്റക്കാർക്കാണ് അതിന്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു സമ്മേളനം സമാപിച്ചു. അതിൽ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആത്മവിമർശനം നടത്താറുണ്ട്. ഒരു ഭംഗിക്ക് ഒരു ആത്മവിമർശനം എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഉണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ വിമർശനം നടത്തിയാലേ സമ്മേളനം ആവുള്ളൂ എന്ന് ഒരു ഇതുണ്ട്. അതിലൊരു വിമർശനം ഉണ്ട്. എന്താണെന്നറിയോ? അത് വിമർശനം എങ്ങനെയാണ്? ഭൂസമരത്തിൽ നിന്നൊക്കെ പാർട്ടി കുറേശ്ശെ പിന്മാറിയിട്ടുണ്ട്, അത് ശരിയായില്ല എന്നൊരു വിമർശനം. ഭൂസമരത്തിൽ നിന്നല്ല, നിങ്ങൾ ജനങ്ങളിൽ നിന്നാണ് പിന്മാറിയത്. നിങ്ങൾ ഭൂസമരത്തിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമല്ല, ഭൂസമരത്തിന്റെ നേരെ എതിരിൽ വന്ന് നിൽക്കുകയും ചെയ്തു എന്നതാണ് CPM ഇപ്പോൾ സംഭവിച്ചത്. എന്തേ ഇത് CPM-ന് അറിയാത്ത കയ്യേറ്റാണോ? ഇത് CPM-ന്റെ ഈ കയ്യേറ്റത്തിനെതിരെ നമ്മളിവിടെ ആരുമില്ല. കോൺഗ്രസ് ഇല്ല, CPM ഇല്ല, BJP ഇല്ല. BJP-നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് ഓരോ ജില്ലയിലെയും വർഗീയമായി അടയാളപ്പെടുത്തൽ അവരുടെ പണി. ഇപ്പോ മലപ്പുറം ജില്ല അത് പച്ച കളർ അടിക്കുക, വേറൊരു ജില്ല അത് കാവി കളർ അടിക്കുക, വേറൊരു ജില്ല അത് ക്രിസ്ത്യൻ കളർ അടിക്കുക. അങ്ങനെ ജില്ലക്ക്
താലൂക്കിനും വില്ലേജിനൊക്കെ വർഗീയതയുടെ കളറടിക്കാൻ നടക്കണം അവരാരെങ്കിലും ഭൂമി പ്രശ്നം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മനുഷ്യന്മാരെ പ്രശ്നം പറയുന്നത് കേട്ടിട്ടുണ്ടോ? വർഗീയത പറയും, ഇഷ്ടം പോലെ പറയും. അതിനു വേണ്ടി കുറെ ശിങ്കിടികളെ കിട്ടിയിട്ടുണ്ട്, പെരുവയറന്മാരെ. ഇത്രക്ക് ഉള്ള വയറൊക്കെ ഉള്ള ആളുണ്ട്. എന്താണ് പൂഞ്ഞാറിലെ ഒരു കക്ഷി, അയാളെ പേരൊന്നും പറയില്ല, വയറ് തന്നെ പറഞ്ഞാൽ മതി, പിന്നെ എന്തിനാ പേര് പറയണേ? അങ്ങനത്തെ ആളുകളെയാണ് കിട്ടിയിരുന്നത്. അങ്ങനത്തെ ആളുകളെ തന്നെ കിട്ടണം നിങ്ങൾക്ക്. സത്യത്തിൽ ഒരു 5-6 ഈ പറഞ്ഞ പെരുവയറന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ജോറായിട്ടുണ്ട് എന്നാ ഞങ്ങൾ പറയാം. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. BJPയുടെ കാര്യത്തിൽ ഇത്തരം ആളുകളെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടത്. ജനങ്ങളുടെ ജനകീയ വിഷയങ്ങൾ പറയാതെ വർഗീയത പറഞ്ഞിട്ട് ആളുകളെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്നതിൽ നിന്ന് വെൽഫെയർ പാർട്ടിയെ നോക്കൂ നിങ്ങൾ. എന്താ വെൽഫെയർ പാർട്ടി പറയുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഇവിടെ 10,000-ലധികം ഏക്കർ കയ്യേറിയിട്ടുണ്ടെന്നും 5.5 ലക്ഷം ആളുകൾ ഇവിടെ ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരും ഉണ്ടെന്നും അവർക്ക് വീടും ഭൂമിയും നൽകണമെന്നുമാണ് വെൽഫെയർ പാർട്ടി പറയുന്നത്. അപ്പൊ CPM പറയുന്നത് എന്താ? ഫ്ലാറ്റ് നൽകാമെന്ന്. വെൽഫെയർ പാർട്ടി പറയുന്നത് എന്താ? ഫ്ലാറ്റ് പറ്റില്ല എന്നാ വെൽഫെയർ പാർട്ടി പറയുന്നത്. ലൈഫ് തട്ടിപ്പാണെന്നാ വെൽഫെയർ പാർട്ടി പറയുന്നത്. തീപ്പെട്ടി പോലെയുള്ള ഫ്ലാറ്റാ കൊടുക്കുന്നത്. 400 സ്ക്വയർ ഫീറ്റ് ഒരു കുടുംബത്തിന്. അതോടുകൂടി ഭൂമിയെ പറ്റി പിന്നെ മിണ്ടാൻ പാടില്ല. അത്ര അങ്ങനെയാണ്. ഭൂസമരത്തെ പറ്റി ഇനി ആരും സംസാരിക്കരുത്. അതിനുള്ള ചതിയുടെ പേരാണ് ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ, ആ 400 സ്ക്വയർ ഫീറ്റ് കിട്ടിയാൽ അത് അയാളുടെ സ്വന്തമല്ല. അയാൾക്ക് 400 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് കിട്ടിയാൽ പോലും സ്വന്തമായിട്ട് എഴുതി കൊടുക്കാൻ കഴിയാത്ത പദ്ധതി, ചതിയുടെ പദ്ധതിയുടെ പേരാണ് ഈ ലൈഫ് പദ്ധതി. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങള് എല്ലാ ജില്ലകളിലും ഭൂസമരക്കാർക്ക് ഭൂമി മേടിച്ചു കൊടുത്തിട്ടുള്ള പാർട്ടിയുടെ പേരാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. എല്ലാ ജില്ലയിലും 3000-ലധികം ആളുകള് അവരുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നതാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ട് ഈ സമരത്തിൽ ഇനിയും കുറെ ആളുകൾ ഞങ്ങളെ അടുത്ത് വന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു മായാജാലം കാണിച്ചു. കുറെ ആളുകൾക്ക് ഭൂമിക്ക് പകരം കുറച്ച് കടലാസ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഭൂമി കിട്ടി പൊക്കോളാൻ പറഞ്ഞു. അവര് ഞങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു 5-6 മാസമായിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഭൂമി ഉണ്ട്, കടലാസ് ഉണ്ട്, ഭൂമിയില്ല. അവർ ഞങ്ങളെ അടുത്ത് വന്നു. ഞങ്ങളെ അടുത്ത് വന്നിട്ട് അവർക്ക് വേണ്ടി അവർക്ക് ഭൂമി മേടിച്ചു കൊടുക്കാൻ, കടലാസ് കൊടുക്കാൻ സർക്കാർ ഉണ്ടായിരുന്നു, ഭൂമി കൊടുക്കാൻ വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതിനിയും ഞങ്ങൾ നടത്തും. പട്ടയ സമരങ്ങൾ നടത്തുന്നു, ഭൂസമരങ്ങൾ ഞങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ഈ കയറ്റ വെയിലൊക്കെ തീർച്ചയായിട്ടും ഈ ഭൂസമരക്കാർക്ക് ഭൂമി കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. നമ്മുടെ നേതാക്കൾ ഇൻകുലാബ് സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, താലൂക്ക് ഓഫീസ് മാർച്ച് സിന്ദാബാദ്, താലൂക്ക് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. സർക്കാർ തന്നെ നിയമിച്ച കമ്മീഷനുകൾ പറയുന്നു TR&D കൈവശം വച്ച ഭൂമിയെല്ലാം കയ്യേറ്റമെന്ന് കമ്പനി കാട്ടും തോന്നിയാസങ്ങൾ. കയ്യും കെട്ടി നോക്കിയിരുന്നാൽ ഭൂമി ഞങ്ങൾ പിടിച്ചെടുക്കും. ആരത് പറയുന്നറിയാമോ? ടാറ്റയ്ക്കെതിരെ സമരം ചെയ്ത